21-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഭരിക്കാൻ പോകുന്ന, ലോകത്തെ മുട്ടുകുത്തിക്കാൻ പോകുന്ന ആ പുതിയ ആയുധത്തിന്റെ പേരാണ് നിർണായക ധാതുക്കൾ അഥവാ ക്രിട്ടിക്കൽ മിനറൽസ്. പതിറ്റാണ്ടുകളായി ഈ വിപണി ഒരൊറ്റ രാജ്യം കുത്തകയാക്കി വെച്ചിരിക്കുകയായിരുന്നു, ചൈന. ലോകം മുഴുവൻ അവരുടെ മുന്നിൽ വിറച്ചു നിൽക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ കഥ മാറുകയാണ്. ചൈനയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ആഗോള ഭൗമ രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ ഇന്ത്യ തന്റെ ഏറ്റവും മാരകമായ നീക്കം നടത്തിക്കഴിഞ്ഞു. ഇത്രയും കാലം നമ്മൾ കേട്ടത് എണ്ണയെക്കുറിച്ചാണ്. എണ്ണയുള്ളവൻ ലോകം ഭരിക്കുമെന്നായിരുന്നു പ്രമാണം. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്തും നയതന്ത്ര സ്വാധീനവും എല്ലാം ഈ കറുത്ത പൊന്നിനെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ ഇന്ന് വൻ ശക്തികൾ എണ്ണക്കിണറുകളിൽ നിന്നും കണ്ണെടുത്തിരിക്കുന്നു. പകരം അവരുടെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നത് മറ്റൊരിടത്താണ്. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ, ഗ്രാഫൈറ്റ്, പിന്നെ അപൂർവ ഭൂമി മൂലകങ്ങൾ. ഇത് വിളിക്കുന്ന റെയർ എർത്ത് എലമെന്റ്സ്. എന്താണ് ഇവയുടെ പ്രാധാന്യം? നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഹൃദയം മുതൽ റോഡിലിറങ്ങുന്ന നമ്മുടെ ടെസ്ലയുടെയും ടാറ്റയുടെയും ഇലക്ട്രിക് കാറുകൾ വരെ, ആകാശത്ത് പറക്കുന്ന F-35 യുദ്ധവിമാനങ്ങൾ വരെ പ്രവർത്തിക്കണമെങ്കിൽ ഈ ധാതുക്കൾ വേണം. ഒരു സാധാരണ ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററി നിർമ്മിക്കാൻ മാത്രം ഏകദേശം 8 കിലോഗ്രാം ലിഥിയം, 35 കിലോഗ്രാം നിക്കൽ, 20 കിലോഗ്രാം മാംഗനീസ്, 14 കിലോഗ്രാം കൊബാൾട്ട് എന്നിവ വേണം. വിൻഡ് ടർബൈനുകൾക്കും അത്യാധുനിക മിസൈൽ ഗൈഡൻസ് സിസ്റ്റത്തിനും അത്യന്താപേക്ഷിതമായ സ്ഥിര കാന്തങ്ങൾ നിർമ്മിക്കാൻ ഈ അപൂർവ മൂലകങ്ങൾ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ, ഈ ധാതുക്കൾ ആരുടെ കൈവശമുണ്ടോ അവനായിരിക്കും ലോകത്തിൻ്റെ അടുത്ത സൂപ്പർ പവർ. ഇതാണ് പുതിയ കാലത്തെ ഭൗമരാഷ്ട്രീയം. അപ്പോൾ ഈ കളിയിലാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്ക് കളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ചൈനയുടെ കുതന്ത്രങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത്രയും കാലം ലോകം കണ്ണടച്ചിരുന്നപ്പോൾ ചൈന വളരെ നിശബ്ദമായി ഒരു കാര്യം ചെയ്തു. ലോകമെമ്പാടുമുള്ള ഈ നിർണായക ധാതുക്കളുടെ വിപണി അവർ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി. ഡാറ്റകൾ പരിശോധിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ലോകത്തിലെ ലിഥിയത്തിന്റെ 60%, കൊബാൾട്ടിന്റെ 70%, അപൂർവ ഭൂമി മൂലകങ്ങളുടെ അഥവാ റെയർ എർത്ത് എലമെന്റ്സിന്റെ തലകറങ്ങുന്ന 90% സംസ്കരിക്കുന്നത് ചൈനയിലാണ്. അതെ, ലോകത്തിലെ പല രാജ്യങ്ങളും ഈ ധാതുക്കൾ മണ്ണിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നുണ്ടാകാം. എന്നാൽ അത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കണമെങ്കിൽ ചൈനയിലെ ഫാക്ടറികളിൽ എത്തിച്ചേ തീരും. ഇതൊരു ആയുധമായി ചൈന ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ലോകം യഥാർത്ഥത്തിൽ ഭയന്നത്. അമേരിക്കയുമായും ജപ്പാനുമായും തർക്കം ഉണ്ടാകുമ്പോൾ ചൈന ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? ഈ ധാതുക്കളുടെ കയറ്റുമതി പെട്ടെന്ന് അങ്ങോട്ട് നിരോധിക്കും. അർദ്ധചാലകങ്ങളുടെയും അഥവാ സെമി കണ്ടക്ടേഴ്സ്, ബാറ്ററികളുടെ വിതരണമൊക്കെ അവർ ഒറ്റയടിക്ക് നിർത്തലാക്കും. ഇതൊരു ഭീഷണി തന്നെയായിരുന്നു, ലോകത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ചൈനയുടെ തന്ത്രം. അമേരിക്കയും യൂറോപ്പും ജപ്പാനും ഈ ചൈനീസ് കെണിയിൽ വീണ് കിടക്കുകയായിരുന്നു. ചൈനയെ തൊട്ടാൽ ലോകത്തിൻ്റെ വികസനം നിലയ്ക്കുമെന്ന അവസ്ഥ വന്നു. എന്നാൽ ഈ ഭീഷണിയെ നെഞ്ചുവിരിച്ച് നേരിടാൻ ചൈനയുടെ ഈ അപ്രമാദിത്വം തച്ചുടയ്ക്കാൻ ഒരു രാജ്യം മുന്നോട്ട് വന്നു. സംശയം വേണ്ട, നമ്മുടെ ഇന്ത്യ. ഇവിടെയാണ് ചരിത്രപരമായ മാറ്റം സംഭവിക്കുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയും തമ്മിൽ നടക്കുന്ന 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി വെറുമൊരു നയതന്ത്ര കൂടിക്കാഴ്ചയല്ല, അത് ചൈനയുടെ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒന്നാണ്. ഈ ഉച്ചകോടിയുടെ പ്രധാന അജണ്ട സാമ്പത്തിക സുരക്ഷയാണ്. എന്തിനാണ് ജപ്പാൻ ഇന്ത്യയെ തേടി വരുന്നത്? എന്തിനാണ് ഇന്ത്യ ജപ്പാനുമായി കൈകോർക്കുന്നത്? അവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും ജപ്പാനും ഒന്നിക്കുമ്പോൾ അതൊരു പെർഫെക്റ്റ് മാച്ചായി മാറുകയാണ്. എങ്ങനെയാണെന്നല്ലേ? ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഭാരതത്തിൻ്റെ മണ്ണിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വൻ നിക്ഷേപങ്ങളാണ്. ജമ്മു കശ്മീരിലും രാജസ്ഥാനിലും കണ്ടെത്തിയ ദശലക്ഷക്കണക്കിന് ടൺ ലിഥിയം ശേഖരം ആഗോള വിപണിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തീരങ്ങളിൽ അപൂർവ ഭൂമി മൂലകങ്ങളുടെ വൻ നിക്ഷേപം ഇന്ത്യക്കുണ്ട്. പക്ഷേ നമുക്ക് കുറവുണ്ടായിരുന്നത് ഇവയെ ഉയർന്ന നിലവാരത്തിൽ ശുദ്ധീകരിക്കാനുള്ള വൻകിട സാങ്കേതിക വിദ്യയായിരുന്നു. 2, ഇനി ജപ്പാന്റെ അവസ്ഥ പറയാം. ജപ്പാന്റെ പക്കൽ ലോകത്തിലെ ഏറ്റവും മികച്ച മെറ്റലർജി, ബാറ്ററി സാങ്കേതിക വിദ്യ, അഡ്വാൻസ്ഡ് മെറ്റീരിയൽ പ്രോസസ്സിംഗ്, വൈദഗ്ധ്യം എന്നിവയെല്ലാം അവർക്കുണ്ട്. പക്ഷെ അവർക്ക് സ്വന്തമായി മണ്ണിൽ നിന്ന് എടുക്കാൻ ഒരു തരി ധാതു പോലുമില്ല. അവർ പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, വിഭവങ്ങളുള്ള ഇന്ത്യയും സാങ്കേതിക വിദ്യയുള്ള ജപ്പാനും ഒന്നിക്കുമ്പോൾ അവിടെ ജനിക്കുന്നത് ചൈനയ്ക്ക് തകർക്കാൻ കഴിയാത്തൊരു പുതിയ മഹാശക്തിയാണ്. ഇന്ത്യ ഇനി വെറും അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയക്കുന്ന രാജ്യമല്ല. ചൈനയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്ന ആയിരുകൾ ഇനി ഇന്ത്യയുടെ മണ്ണിൽ ജാപ്പനീസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭാരതം തന്നെ ശുദ്ധീകരിക്കും. അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിക്കാരനിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദകനായി ഇന്ത്യ മാറാൻ പോകുന്നു. ഈ ഇന്ത്യ ജപ്പാൻ സഖ്യം വെറുമൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതല്ല. ചൈനയെ പൂർണ്ണമായും വെട്ടിമാറ്റാൻ 3 അതിശക്തമായ തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇതാണ് ഏറ്റവും നിർണായകമായ നീക്കം. തന്ത്രം 1,
ഭാരതമണ്ണിലെ മെഗാ ഫാക്ടറികൾ. ലിഥിയം കാർബണേറ്റ്, നിക്കൽ, സൾഫേറ്റ് തുടങ്ങിയ ബാറ്ററി ഗ്രേഡ് വസ്തുക്കൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യയിൽ ഭീമൻ പ്രോസസ്സിംഗ് പ്ലാന്റുകൾ വരികയാണ്. ലോകത്തിലെ എല്ലാ പ്രമുഖ കമ്പനികളും നാളെ ചൈനയെ വിട്ട് ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരും എന്നർത്ഥം. തന്ത്രം 2, ആഗോള സംയുക്ത ആക്രമണം. അതായത് ഇന്ത്യയും ജപ്പാനും സ്വന്തം രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഓസ്ട്രേലിയ, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്കയിലെ പ്രശസ്തമായ ലിഥിയം ട്രയാങ്കിൾ അഥവാ അർജന്റീന, ബൊളീവിയ, ചിലിയാണ്. ഈ പ്രദേശങ്ങളിലെ ഖനികളിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായി നിക്ഷേപം നടത്തുന്നുണ്ട്. മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് അഥവാ MSP വഴി ആഗോളതലത്തിൽ ചൈനയിലേക്കുള്ള വിഭവങ്ങളുടെ ഒഴുക്ക് തടയുകയാണ് ലക്ഷ്യം. ഇനി തന്ത്രം 3, തന്ത്രപ്രധാനമായ ധാതുശേഖരം. യുദ്ധകാലത്തോ പ്രതിസന്ധി ഘട്ടങ്ങളിലോ ഉപയോഗിക്കാൻ ഇന്ത്യ പെട്രോളിയം ശേഖരിച്ചു വെക്കുന്നത് പോലെ ഇനി നിർണായക ധാതുക്കളും വൻതോതിൽ ശേഖരിച്ചു വെക്കാൻ പോവുകയാണ്. ചൈന വിപണി തകിടം മറിക്കാൻ നോക്കിയാലും ഇന്ത്യയുടെ വ്യവസായങ്ങളെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ഈ കോട്ടയ്ക്ക് സാധിക്കും. അപ്പോൾ ഈ നീക്കങ്ങളിലൂടെ ചൈനയുടെ വിരട്ടലുകൾക്ക് മുന്നിൽ ഇനി ലോകം പതറില്ല എന്നുറപ്പാണ് ഇന്ത്യ ഇവിടെ നൽകുന്നത്. ഇതൊരു സാധാരണ ബിസിനസ് ഡീൽ അല്ല, ഇതൊരു പുതിയ സാമ്രാജ്യത്തിൻ്റെ ഉദയമാണ്. ഇന്ത്യയുടെ സ്വന്തം ആഭ്യന്തര ലക്ഷ്യങ്ങളായ ഇലക്ട്രിക് മൊബിലിറ്റി, ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്ക് ഈ ധാതുക്കൾ അത്യന്താപേക്ഷിതമാണ്. 2030 ഇന്ത്യയിലെ വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഇലക്ട്രിക് ആക്കണമെന്നത് ഭാരതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള റോക്കറ്റ് ഇന്ധനമാണിത്. അതേസമയം ജപ്പാന് അവരുടെ റോബോട്ടിക് സെമി കണ്ടക്ടർ മേഖലകൾ നിലനിർത്താനും ഇന്ത്യ വേണം. ലോകം മുഴുവൻ സാങ്കേതിക പരമാധികാരത്തിന് വേണ്ടി പോരാടുമ്പോൾ ഭാരതം ആ പോരാട്ടത്തിന് മുൻനിരയിലാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിലും വ്യവസായ ഇടനാഴികളിലും ജപ്പാൻ ഇന്ത്യയെ സഹായിക്കുന്നതായിരുന്നു. എന്നാൽ ഇന്ന് പരസ്പരം സഹായിക്കുന്ന 2 സമന്മാർ തമ്മിലുള്ള കൂട്ടുകെട്ടായി ഇത് മാറി. ഇന്ത്യയില്ലാതെ ജപ്പാനില്ല, ജപ്പാനില്ലാതെ ഇന്ത്യക്കുമില്ല എന്ന തന്ത്രപ്രധാനമായ അവസ്ഥ. എന്തായാലും ഈ മഹാബുദ്ധിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.